അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കോപ്പറേറ്റീവ് ലോയുടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ 2 രജിസ്ട്രേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ ഇതിൻ്റെ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടെ പഠിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആസ് പെർ സെക്ഷൻ 7 subsection 1F, the proposed credit societies have collected 2,50,000 rupees and non-credit societies have collected 1,00,000 rupees as minimum share capital. അപ്പോൾ ഇത് 2023 അമെൻമെൻ്റ് ആണ്. അപ്പോൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 1F പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റീസ് 2,50,000 റുപ്പീസും നോൺ ക്രെഡിറ്റ് ആണെങ്കിൽ 1,00,000 റുപ്പീസും മിനിമം ഷെയർ ക്യാപിറ്റലായിട്ട് കളക്ട് ചെയ്തിരിക്കണം. അപ്പം സെക്ഷൻ വരുന്നത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1Fലാണ് വരുന്നത്. പ്രപ്പോസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ കേസിലാണെങ്കിൽ 2,50,000 രൂപയും കളക്ട് ചെയ്യണം. നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ 1,00,000 രൂപയും മിനിമം ഷെയർ ക്യാപിറ്റലായിട്ട് കളക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സൊസൈറ്റീസിന് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഇത്ര തുക കളക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്ത സൊസൈറ്റീസ് എന്ന് പറയുന്നത് എക്സെപ്ഷൻ ഉള്ളത് SC/ST സൊസൈറ്റീസ്, ഫിഷറീസ്, വനിത, ട്രാൻസ്ജെൻഡേഴ്സ്, പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സ്കൂൾ സൊസൈറ്റീസ്, കോളേജസ്, ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ഈ മിനിമം ഷെയർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൽ നിന്ന് എക്സംഷൻ ഉള്ളത്, അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സൊസൈറ്റീസ് എന്ന് പറയുന്നത് SC/ST വരുന്നുണ്ട്, ഫിഷറീസ്, വനിത, ട്രാൻസ്ജെൻഡേഴ്സ്, പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സ്കൂൾസ്, കോളേജസ്, ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1F. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പ്രപ്പോസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മിനിമം ഷെയർ ക്യാപിറ്റൽ പറഞ്ഞിരിക്കുന്നത് 2,50,000 നോൺ ക്രെഡിറ്റ് ആണെങ്കിൽ 1,00,000. എക്സെപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ SC/ST, ഫിഷറീസ്, വനിത, ട്രാൻസ്ജെൻഡേഴ്സ്, പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സ്കൂൾസ്, കോളേജസ്, ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ഇത്ര സൊസൈറ്റീസാണ് ഈ മിനിമം ഷെയർ ക്യാപിറ്റലിൻ്റെ ഈ ഒരു കണ്ടീഷനിൽ എക്സംഷൻ ഉള്ളത്. അല്ലാത്തതിനാണെങ്കിൽ ക്രെഡിറ്റിനാണെങ്കിൽ 2,50,000, നോൺ ക്രെഡിറ്റ് ആണെങ്കിൽ 1,00,000. അപ്പോൾ ഇത് റീസെൻ്റ് അമെൻമെൻ്റ് ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കണം. ആസ് പെർ സെക്ഷൻ ഡാഷ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി ആൻഡ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് അനദർ സൊസൈറ്റി ഓഫ് സിമിലർ ടൈപ്പ് ഡു നോട്ട് ഓവർലാപ്പ്. അപ്പം സെക്ഷൻ 7 സബ്സെക്ഷൻ 1C പ്രകാരമാണ് പ്രപ്പോസ്ഡ് വരാൻ പോകുന്ന സൊസൈറ്റിയുടെ അതുപോലെ സെയിം ടൈപ്പിലുള്ള വേറൊരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു സ്ഥലത്ത് വരാൻ പാടില്ലാത്തത്. അപ്പം സെക്ഷൻ 1 സബ്സെക്ഷൻ C പ്രകാരം ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി ആൻഡ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് അനദർ സൊസൈറ്റി ഓഫ് സിമിലർ ടൈപ്പ് ഡു നോട്ട് ഓവർലാപ്പ്. അപ്പോൾ ഈ ഓവർലാപ്പിംഗ് ആപ്ലിക്കബിൾ ആയിട്ട് ഉള്ള കുറേ സൊസൈറ്റീസ് ഉണ്ട്. അപ്പോൾ അവർ സെയിം സൊസൈറ്റി തന്നെ ആ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ടെങ്കിലും പ്രോബ്ലം ഇല്ലാത്ത സൊസൈറ്റീസ് എന്ന് പറയുന്നത് ജനറൽ മാർക്കറ്റിങ്, റബ്ബർ മാർക്കറ്റിങ്, ഹോസ്പിറ്റൽ, ലേബർ കോൺട്രാക്റ്റ്, പ്രിൻറ്റിങ്, മോട്ടോർ ട്രാൻസ്പോർട്ട്, കൺസ്യൂമർ, ക്യാൻറ്റീന്, വനിത, സോഷ്യൽ വെൽഫെയർ, ഹൗസിങ്, എഡ്യൂക്കേഷൻ. അപ്പം ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരേപോലെ പ്രപ്പോസ്ഡ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനും വേറൊരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനും ഒരുപോലെ വന്നാൽ കുഴപ്പമില്ലാത്ത സൊസൈറ്റികൾ എന്ന് പറയുന്നത് ജനറൽ മാർക്കറ്റിങ്, റബ്ബർ മാർക്കറ്റിങ്, ഹോസ്പിറ്റൽ, ലേബർ കോൺട്രാക്റ്റ്, പ്രിൻറ്റിങ്, മോട്ടോർ ട്രാൻസ്പോർട്ട്, കൺസ്യൂമർ, ക്യാൻറ്റീന്, വനിത, സോഷ്യൽ വെൽഫെയർ, ഹൗസിങ്, എഡ്യൂക്കേഷന്. ഇപ്പോൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 1C പ്രകാരമാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ്റെ കാര്യം പറയുന്നത്. അതായത് പ്രപ്പോസ്ഡ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനും ആ സിമിലർ ടൈപ്പിലുള്ള
വേറൊരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനും ഓവർലാപ്പ് ചെയ്യരുതെന്ന് പറയുന്നത്. The registrar may register the society and its bylaws within a period of 60 days from the date of receipt of application. അപ്പം രജിസ്ട്രാർ ഒരു സൊസൈറ്റിയുടെ ബൈലോസും എല്ലാം കൂടെ രജിസ്റ്റർ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ കിട്ടി 60 ദിവസത്തിനുള്ളിൽ ചെയ്യണം. The registrar may register the society and its bylaws within a period of 60 days from the date of receipt of application. അപ്പോൾ ഇതെല്ലാം പുതിയ അമെൻമെൻറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ ആ ദിവസങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വെക്കണം. അപ്പം രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കിട്ടി 60 ദിവസത്തിനുള്ളിൽ ചെയ്യണം. ആസ് പെർ സെക്ഷൻ 7 subsection 2, where the registrar refuses to register a society, he shall communicate the order of refusal together with reasons thereof within 15 days of such order. അതായത് സെക്ഷൻ 7 subsection 2 പ്രകാരം രജിസ്ട്രാർ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നില്ലേൽ എന്തുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യാത്തതെന്ന് റീസൺ ഉൾപ്പെടെ ആ ഒരു ഓർഡർ 15 ദിവസത്തിനുള്ളിൽ അറിയിച്ചിരിക്കണം. ഇപ്പോൾ റെഫ്യൂസലിൻ്റെ കേസിൽ വരുന്നത് 15 ദിവസത്തിനുള്ളിൽ ഓർഡർ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഓർഡറിന് 15 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. ആസ് പെർ സെക്ഷൻ 7 subsection 2 പ്രകാരം where the registrar refuses to register a society, he shall communicate the order of refusal together with the reasons thereof within 15 days of such order. ഇപ്പോൾ 15 ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യാത്തതെന്ന് കാരണത്തോടെ അറിയിച്ചിരിക്കണം. ആസ് പെർ സെക്ഷൻ 7 subsection 3, an application for registration of society shall be disposed of by the registrar within 60 days from the date of receipt of application. ഇപ്പോൾ സെക്ഷൻ 7 subsection 3 പ്രകാരം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി രജിസ്ട്രാർ ആപ്ലിക്കേഷൻ കിട്ടി 60 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ അത് ഡിസ്പോസ് ചെയ്തിരിക്കണം. അപ്പോൾ സെക്ഷൻ 7 subsection 3 പ്രകാരം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ രജിസ്ട്രാർ ആപ്ലിക്കേഷൻ കിട്ടി 60 ദിവസത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്തിരിക്കണം. അപ്പം രജിസ്ട്രാർ ഒരു സൊസൈറ്റി ബൈലോസ് എല്ലാം കൂടെ രജിസ്റ്റർ ചെയ്യേണ്ടതിന് 60 ദിവസം ആപ്ലിക്കേഷൻ കിട്ടി 60 ദിവസത്തിനുള്ളിൽ ചെയ്യണം. റെഫ്യൂസലിൻ്റെ കേസിലാണ്. റെഫ്യൂസലിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 7 subsection 2 ഇപ്പോൾ ഒരു സൊസൈറ്റി രജിസ്ട്രാർക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ തോന്നിയില്ലെങ്കിൽ അതെന്തുകൊണ്ട് അത് ആപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ അവർക്കിത് അയച്ചിരിക്കണം. കമ്മ്യൂണിക്കേഷൻ 15 ദിവസത്തിനുള്ളിൽ നടത്തണം. അത് പറയുന്നത് സെക്ഷൻ 7 subsection 2. സെക്ഷൻ 7 subsection 3 പ്രകാരമാണെങ്കിൽ രജിസ്ട്രാർ ആപ്ലിക്കേഷൻ കിട്ടി 60 ദിവസത്തിനുള്ളിൽ അത് ഡിസ്പോസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് ആണെല്ലാം. If the application for registration is not disposed of within 60 days, the applicant may make a representation. അപ്പം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഒരു 60 ദിവസത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്ലിക്കൻറ്റിനൊരു നിവേദനം കൊടുക്കാൻ പറ്റും. അത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഫങ്ഷണൽ രജിസ്ട്രാറുടെ അടുത്താണ് നമ്മൾ ആദ്യമേ ആപ്ലിക്കേഷൻ കൊടുത്തതെങ്കിൽ ഈ നിവേദനം കൊടുക്കേണ്ടത് റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത് രജിസ്ട്രാർക്കാണ്. അതേപോലെ രജിസ്ട്രാറുടെ അടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴാണ് തീരുമാനം കിട്ടാത്തതെങ്കിൽ നമ്മൾ ഈ റെപ്രസെൻറ്റേഷൻ ചെയ്യേണ്ടത്, അതായത് നിവേദനം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ അടുത്താണ്. ബിഫോർ ദ രജിസ്ട്രാർ ഇഫ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഈസ് മെയ്ഡ് ടു എ പേഴ്സൺ ഓൺ ഹൂം ദ പവേഴ്സ് ഓഫ് രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 3 subsection 2 അതെന്ന് പറയുന്നത് ഫങ്ഷണൽ രജിസ്ട്രാർ കൺഫർ ചെയ്ത് കൊടുത്ത അങ്ങനെ അധികാരം കിട്ടിയത്. ബിഫോർ ദ ഗവൺമെൻറ് ഇഫ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഈസ് മെയ്ഡ് ബിഫോർ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 3 subsection 1 എന്ന് പറഞ്ഞാൽ നോർമൽ രജിസ്ട്രാർ. ദ രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് ഷാൽ വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ ടേക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ. അപ്പം ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനുമേലുള്ള തീരുമാനം രജിസ്ട്രാർ ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും 60 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ 60 ദിവസത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്ലിക്കൻറ്റിനൊരു റെപ്രസെൻറ്റേഷൻ മേക്ക് ചെയ്യുക, അതായത് ഒരു നിവേദനം കൊടുക്കാം. അത് കൊടുക്കേണ്ടത് ഫങ്ഷണൽ രജിസ്ട്രാറുടെ അടുത്ത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴാണ് തീരുമാനം ഉണ്ടാകാതെ ഇരുന്നതെങ്കിൽ, അതായത് രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 3 സബ്സെക്ഷൻ 2ൻ്റെ അടുത്താണ് കൊടുത്തിട്ട് തീരുമാനം ഉണ്ടാകാതെ ഇരുന്നതെങ്കിൽ നമ്മൾ ഒറിജിനൽ രജിസ്ട്രാറുടെ കയ്യിലാണ് നിവേദനം കൊടുക്കേണ്ടത്. അത് രജിസ്ട്രാർക്ക് കൊടുത്തിട്ടാണ് തീരുമാനം അതെന്ന് പറയുന്നത് സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം രജിസ്ട്രാറുടെ അടുത്ത് കൊടുത്തിട്ട് ആ തീരുമാനം ഉണ്ടാകാതെ ഇരുന്നെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത് ആരാ? ഗവൺമെൻറ്റിൻ്റെ അടുത്ത്. ഇപ്പോൾ രജിസ്ട്രാർ ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ അതിനൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ്റെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം. ബാക്കി ഇപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. രജിസ്ട്രേഷൻ്റെ പുതിയതായിട്ടൊരു ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അമെൻമെൻറ്റ് വന്നേക്കുന്നതുമില്ല. അപ്പോൾ ലോ മാക്സിമം എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോസൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.